Come fast. ഉസ്മാൻ എന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. അവിടെ ഇവിടെയും കയറി പിടിച്ചില്ല. പോലീസ് പോലീസ് എത്തി. സന്തോഷമായി. പീറ്റർ മീര ശരിക്കും ഞെട്ടി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഞെട്ടിക്കാൻ, പ്രത്യേകിച്ച് സുന്ദരികളായ പെൺകുട്ടികളെ. ദാറ്റ്സ് മൈ സ്റ്റൈൽ ഓഫ് റൊമാൻസ്. കൊടുങ്കാറ്റിനെ പോലെ, തിരമാലകളെ പോലെ പ്രണയിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തോ മീരെ കണ്ടപ്പോ എന്റെ അടിവയറ്റിൽ നിന്നൊരു ആന്തൽ, ഒരു പ്രകമ്പനം. വാതിലടച്ചോ? മീര ഇത്ര ഫാസ്റ്റാണെന്ന് ഞാൻ കരുതിയില്ല. ഓ, ഫസ്റ്റ് ഡേ തന്നെ. നൈസ് ബെഡ്, ഭാഗ്യം ചെയ്ത ബെഡേ. ആ മീര, ആരാത്? ആരാ ഇയാള്? ആരാടാ നീ? ചോദിച്ചു കേട്ടില്ലേ ആരാണെന്ന്? ആഹാ, നിന്നെ ഇന്ന് ഞാൻ മീര, ഇയാളാരാ? എന്തടേ ചെവി കേൾക്കൂലേ? ഒട്ടനാ? അയ്യോ പാവം. പീറ്റർ എന്നെ കെട്ടിപ്പിടിച്ചു. ഓഹോ, മുട്ട മറ്റേന്റെ ആളെ. അയ്യോ അല്ല, പറയാം. जो इसे छोड़ो, पेंटिंग लेने चलते हैं. പണ്ടല്ലേ നാട്ടിനൊരുത്തിന് ഇങ്ങനെ തോടിച്ചതാ ഈ ഉദ്ദേശം വെച്ചോണ്ട്. അവന് വരെ നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ നിങ്ങൾക്കെന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോ എവിടെ? ജോയ്ക്ക് കഞ്ചാവ് മൊയ്തീന്റെ പുറകെ ഓടി. മാഡം, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്, വാ പറയാം, വാ. മനസ്സിലായി? എടാ മൊട്ടെ, 30 കൊല്ലമായി ഈ മൊയ്തീൻ ബെഞ്ചാപ്പുര വന്നിട്ട്. കഞ്ചാവ് വിറ്റേ മൊയ്തീൻ ജീവിച്ചിട്ടുള്ളൂ, മാനം വിറ്റ് മൊയ്തീൻ ജീവിച്ചിട്ടില്ല. ഇനിയോട്ട് ജീവിക്കാൻ പോണൂല്ല. കഷ്ടത്തിലയാ. ആദ്യത്തെ തോണ്ടലിൽ തന്നെ നിന്റെ മനസ്സിൽ എനിക്ക് മനസ്സിലായടാ. നിനക്കൊക്കെ അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ വേറെ സെറ്റപ്പ് ഉണ്ടാക്കി തരാം. കുളി നിലയില്ല നടക്കണ എന്നെ പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ കാര്യം? ആളുകളുടെ പേരുകളെ അമ്മയിട്ട് ഇറങ്ങി തിരിച്ചേക്കോല്ല. തക്ക സമയത്ത് കാര്യം മനസ്സിലാക്കിക്കൊണ്ടെ മാനം എനിക്ക് രക്ഷിക്കാൻ പറ്റി.
നിങ്ങളുടെ ഉദ്ദേശം നടക്കൂല. സിപ്പെ പിടിക്കല. മറക്കില്ല ഒരിക്കലും. താങ്ക് യു. ഞങ്ങൾ വരും. ഒരു സമ്മാനമായിട്ട് മൊയ്തീൻ. താങ്ക്സ്. ഈ പുഴുത്ത കമ്പിളിക്ക് വേണ്ടിട്ടാ. എന്റെ കൈ കിട്ടിയ കൈ കിട്ടി. ഇങ്ങോട്ട് മാറി നിൽക്കാം. നമ്മളെ കണ്ട അവന്മാര് വീണ്ടും മുങ്ങും. അത് ശരിയാ. എന്തൊക്കെ സംഭവിച്ചാൽ ദേവു അല്ലേടാ പോയത്? ദേവു നീ വന്നേ. അയ്യോ സോറി. താങ്ക് യു. എന്റെ ഭാര്യ അവൻ കൊല്ലും ഞാൻ എന്നവനെ മണ്ടടിച്ചു പൊട്ടിക്കാം. ആരുടെ തലേ തേങ്ങ വീണു? ആള് മാറിപ്പോയി. ഇതാരുടെ എനിക്കറിഞ്ഞൂടാ. ആരായാലും ചത്തന്നാ തോന്നുന്നു. രക്ഷപ്പെട്ടോ? ഹോട്ടലിനകത്ത് ഇവിടെ തേങ്ങ വിടാൻ ദേടാ തലയില്ലാത്തൊരാള്. ശരിയാടാ, തല കാണാനില്ല. ഇനി പൂച്ചയെങ്ങാനും കടിച്ചെടുത്തോണ്ട് പോയി കാണും. ശരിയാ, ഷാപ്പിലെ പൂച്ചയായിരിക്കും. ആ തല ഉണ്ടടാ. ശ്വാസം നോക്കട്ടെ. ഉണ്ട്. ഏതോ വലിയ ആളാ. അത് നിനക്കെങ്ങനെ അറിയാം? നീളം കണ്ടാൽ അറിയില്ല വലുതാന്ന്. ഇവിടെ ഇപ്പൊ സോറി പറഞ്ഞിട്ട് പോയ ആളല്ലേ? ചിലപ്പോ ഫിറ്റ്സിന്റെ അസുഖം ഉണ്ടായി ആയിരിക്കും. അതാണ് ഇരുമ്പ് തോക്കും കൊണ്ട് നടക്കുന്നത്. നീ ആ തോക്കെടുത്ത് കൈ കൊടുത്തേ. എന്നിട്ട് പിടി, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. പിടിച്ചോ, സൂക്ഷിച്ച്. നീ ഇതെന്താ കാണിക്കുന്ന? തിരിഞ്ഞു നിന്ന് പിടിക്കടാ. എങ്ങനെ? ഇങ്ങനെ. നീ ഇതെന്താ ബെഡ്ഷീറ്റ് പിഴിഞ്ഞുണക്കാൻ ഇടുന്ന പോലെ? മനുഷ്യനല്ലേ? ഇങ്ങോട്ടെടുത്ത്. ഇത് ഞാൻ എടുത്തോളാം. ഒന്ന് പൊക്കിക്കേ. മുടിഞ്ഞ വെയിറ്റ്. ഇവ എന്തോന്ന് വാർക്ക കമ്പിയാ തിന്നുന്നത്. നീ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാടാ. ഓർമ്മ വീണ ഇടിച്ചട ഒന്ന് തടവടാ. പാവം മുഴയ്ക്കുമെന്തോ. അല്ല പെരിച്ചാടി അവന്റെ തല തടവി കൊടുക്കാൻ കൊണ്ടുപോ. ഭാഗ്യം ജീവനുണ്ട്. വേഗം കൊണ്ടുപോയാൽ മോർച്ചറി അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ കിടത്താം.